സുഹൃത്തുക്കളെ, യൂത്ത് ലീഗിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളിലേക്ക് ആദ്യമായി സ്ത്രീകളെ നിയമിച്ചു എന്നാണ് വാർത്തകളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അതൊരു വർഗീയ പാർട്ടിയാണ്. അതിന്റെ നേതാവ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം പുരോഹിതനാണ്. ആ പുരോഹിതന്റെ മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പുരോഹിതനെ മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അറേബ്യൻ പാരമ്പര്യമുണ്ട്. അല്ലെങ്കിൽ അറേബ്യയിൽ നിന്നും ആരെങ്കിലും വന്നിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ എന്തെങ്കിലും ചെയ്തിട്ടാണ് അയാൾ ഉണ്ടായത്, അല്ലെങ്കിൽ അറേബ്യൻ ബീജ പെരുമ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അറേബ്യൻ മഹത്വം അംഗീകരിക്കുന്ന അടിയാളന്മാരായ ഒരു സംസ്കാരം, അറേബ്യൻ മഹത്വം. അറബികളെ കാണുമ്പോൾ കുനിഞ്ഞു കൊടുക്കുന്ന, അറേബ്യയിലേക്ക് നോക്കി കുനിഞ്ഞു നിൽക്കുന്ന ഒരു സംസ്കാരം പൊതുവെ മുസ്ലിങ്ങൾക്കുണ്ട്. അതിന്റെ ഒരു പാരമ്യതയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ നേതാവ് ഒരു തങ്ങളാവണം. എന്തുകൊണ്ടാണ് അതിന്റെ പ്രസിഡന്റ് തങ്ങളാവുന്നത്? അറേബ്യൻ പാരമ്പര്യം, മുഹമ്മദ് നബിയുടെ പാരമ്പര്യം. കാട്ടറബി മുഹമ്മദ്, ആ മുഹമ്മദിന്റെ 12 പെണ്ണ് കെട്ടിയ, ജീവിക്കാൻ വേണ്ടിയിട്ട് കൊലപാതകങ്ങളും കൊള്ളകളും ഒക്കെ നടത്തിയ, അറേബ്യ മൊത്തം കൊലയും നടത്തി ജീവിച്ച ഒരു നിഷ്ഠൂരനായ ഒരു കൊള്ളക്കാരനും ബലാത്സംഗ്യം. അത് പറഞ്ഞതിന്റെ പേരിൽ 686 ദിവസം ദുബായ് സർക്കാർ അവിടെ ഈ KMCC, ഈ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCC അവിടെ ദുബായ് സർക്കാരിൽ പോയിട്ട് അവിടെ കുനിഞ്ഞു കൊടുത്തിട്ട് മലയാളി സഹോദരനെ വഞ്ചിച്ചു. അറബിക്ക് വേണ്ടിയിട്ട്, അറബികളോട് പറഞ്ഞിട്ട് അവരുടെ മലയാളി സഹോദരനെ എന്നെ ഒറ്റിക്കൊടുത്തു. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് സംഘിസത്തിന്റെ പേരാണ്. പക്ഷെ ഞാനൊരു മുഹമ്മദിനെ പോലെ ഭീകരനോ സംഘികളെ പോലെ ഭീകരനോ അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു മനോഭാവം എനിക്കില്ല. പക്ഷെ ഈ അറേബ്യൻ, ആ കാട്ടറബിയുടെ മഹത്വം പേറി അറേബ്യയിലേക്ക് കുനിഞ്ഞു നിൽക്കുന്ന ആ സംസ്കാരം മുസ്ലിം ലീഗ് പേറുന്നിടത്തോളം കാലം നേതൃത്വ പദവികളിലേക്ക് സ്ത്രീകൾ വന്നിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗ് എപ്പോഴാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതുവരെ സ്ത്രീകളെ അവർ കൊല്ലാക്കൊല ചെയ്തു. ഈ ഇസ്ലാമിന്റെ പേരിൽ കേരളത്തിൽ ഇഷ്ടം പോലെ സ്ത്രീകൾ കണ്ണുനീര് കുടിച്ചിട്ടുണ്ട്. ആ കണ്ണുനീരിന് ആര് സമാധാനം പറയും? ഭർത്താവിന്റെ അടിമയായിട്ട്, ഭർത്താവിന്റെ വാലാട്ടി പട്ടിയായിട്ട്, ഭർത്താവിന്റെ വളർത്തു പട്ടിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ. ഈ കുറച്ചുപേരെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടൊന്നും ലീഗ് രക്ഷപ്പെടില്ല. ലീഗിന് സ്ത്രീകൾ, പ്രത്യേകിച്ചിട്ടും സ്ത്രീകൾ വെറുക്കും, മുസ്ലിം യുവാക്കൾ വെറുക്കും. അങ്ങനെ ഒരു കാലം വരും. ലീഗ് അപ്രസക്തമാകും. ലീഗ് എന്ന് പറയുമ്പോൾ കാർക്കിച്ച് തുപ്പുന്ന, മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ കാർക്കിച്ച് തുപ്പുന്ന ഒരു കാലം വരും. അത് വന്നിരിക്കും. അതിനെ തടയാൻ ആർക്കും സാധിക്കുകയില്ല.